ഹേ ഗായ്സ്, ഇറ്റ്സ് മീ സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഓഗസ്റ്റ് മാസത്തിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ്. പല വിദ്യാർത്ഥികളും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. നിരന്തരമായിട്ട് പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു സമയം വരും. അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ട്രാൻസ്ഫർ അലോട്ട്മെന്റും പ്രോസ്പെക്ടസും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച്. ഒരുപാട് തവണ ഞാൻ ലൈവിലൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അലോട്ട്മെന്റ് സമയത്ത് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിനും സെക്കൻഡ് അലോട്ട്മെന്റിനും തേർഡ് അലോട്ട്മെന്റിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഓരോ നിമിഷങ്ങളിലും നിങ്ങൾ ട്രാൻസ്ഫറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ എപ്പോഴാണ് ട്രാൻസ്ഫർ എന്ന് പെർമനന്റ് ആയ ജൂൺ 24-ാം തീയതി സ്കൂളിലേക്ക് കാലെടുത്ത് വെക്കുന്ന കുട്ടികൾ എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. സർ, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സ്കൂളിലെ ഇഷ്ടമില്ലാത്തൊരു കോഴ്സിനാണ് എനിക്ക് സീറ്റ് ലഭിച്ചത്, എനിക്ക് ട്രാൻസ്ഫർ വേണം. എന്നാണ് ട്രാൻസ്ഫർ എന്ന് ചോദിക്കുന്നവർക്ക് കൃത്യമായി പ്രോസ്പെക്ടസ് തന്നെ ഉത്തരം പറയുന്നു, ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഓഗസ്റ്റ് മാസത്തിലാണ്. ഇപ്പോൾ ഉള്ളത് ജൂൺ 24-ാം തീയതിയിലേക്കല്ലേ പോകുന്നത്. അത് കഴിഞ്ഞ് ജൂലൈ 31 കഴിഞ്ഞിട്ട് ഓഗസ്റ്റിലാണ് നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു വ്യാജ വാർത്തയായിട്ടാണ് സൊല്യൂഷൻ പറയുന്നത് എന്ന്. അല്ല, നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങളെടുത്ത കോഴ്സ് +1 സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ട്യൂഷനിൽ പോയി പഠിക്കാം, 2 ഓൺലൈനായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുക്ക് ഷുവർ A+ ബുക്ക് ലഭിച്ചുകൊണ്ട് ആ ബുക്കിലൂടെയും നിങ്ങൾക്ക് പഠിക്കാം. അതുകൊണ്ട് ഷുവർ A+ ബുക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനും നമ്മുടെ ബാച്ചുകളെ കുറിച്ച് ബെൻ10, ന്യൂട്ടൺ, A10 ബാച്ചുകളെ കുറിച്ചും അറിയാൻ താല്പര്യമുള്ളവർ താഴെയുള്ള മൊബൈൽ നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ മറക്കരുത്. വളരെ പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഷുവർ A+ ബുക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഷുവർ A+ ബുക്കിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ച് ചോദിച്ചാൽ, നിങ്ങൾ +1 ബയോ സയൻസ് ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഷുവർ A+ ഉറപ്പിക്കാൻ പറ്റുന്ന, ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന പുസ്തകമാണ് ഷുവർ A+ ബുക്ക്. അത് നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുപോകേണ്ടതോ നോക്കേണ്ടതോ ആവശ്യകത വരുന്നില്ല. വെറും 40% മാത്രമേ നിങ്ങൾക്ക് +1 പഠിക്കാനുള്ളൂ. ആ 40%നെയും ക്രിസ്റ്റൽ ക്ലിയർ ആക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്ന നല്ല സിംപ്ലിഫൈഡ് ഇംഗ്ലീഷിലാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി തന്നെയാണ്, ഒരു പോയിന്റ്, ഒരു ഫീച്ചർ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ +1 സയൻസിൻ്റെ ഷുവർ A+ ബുക്ക് വാങ്ങാൻ താല്പര്യമുള്ള കുട്ടികൾ ഇതാ താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക. എനിക്ക് +1 സയൻസിൻ്റെ ഷുവർ A+ ബുക്ക് വേണമെന്ന് പറയുക. ഓക്കെ, 62 എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. 62 82 66 00 62 82 66 3009 എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ട്രാൻസ്ഫർ അലോട്ട്മെന്റിലേക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ പ്രോസ്പെക്ടസ് 30 പേജുള്ള പ്രോസ്പെക്ടസ്, SWS ഏകജാലക പ്രവേശനത്തിന്റെ പ്രോസ്പെക്ടസ് എന്താണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. ആ 30 പേജുള്ള PDF അല്ലേ അലോട്ട്മെന്റ് തുടങ്ങുമ്പോൾ ആദ്യം വന്നത്. ആ PDF കൃത്യമായി പറയുന്നുണ്ട്, സപ്ലിമെന്ററിക്ക് ശേഷം അപേക്ഷകർ ഉള്ള പക്ഷം ട്രാൻസ്ഫർ നടത്തുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സപ്ലിമെന്ററിക്ക് ശേഷം ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപേക്ഷകൾ ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ഫർ നടത്തുകയുള്ളൂ, അല്ലെങ്കിൽ നടത്തില്ല എന്നാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രോസ്പെക്ടസിലൂടെ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സപ്ലിമെന്ററിക്ക് ശേഷം. അപ്പോൾ എപ്പോഴാണ് സപ്ലിമെൻ്ററി? ഇതുവരെ സപ്ലിമെൻ്ററി ഡേറ്റ് ഒന്നും വന്നിട്ടില്ലല്ലോ അല്ലേ? വന്നിട്ടുണ്ട്. ജൂലൈ 2-ാം തീയതി മുതൽ ജൂലൈ 31 വരെയാണ് സപ്ലിമെൻ്ററിയുടെ സമയം. ഈ ഒരു മാസത്തോളം കുട്ടികൾ സപ്ലിമെൻ്ററിയിൽ സീറ്റ് ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന, സപ്ലിമെൻ്ററിക്ക് അപ്ലൈ ചെയ്യാൻ കാത്തിരിക്കുന്ന കുട്ടികൾ ജൂലൈ 2-ൻ്റെയും ജൂലൈ 31-ൻ്റെയും ഇടയിലാണ് സ്കൂളുകളിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ ജൂലൈ 31-ൻ്റെ ഉള്ളിൽ സപ്ലിമെൻ്ററി ക്ലോസ് ചെയ്യും. അതുവരെ സപ്ലിമെൻ്ററി നടത്തണം. അതിന് മുന്നേ ക്ലോസ് ചെയ്യാൻ പറ്റില്ല, അത് നിയമമാണ്. സോ ജൂലൈ 31 വരെ സപ്ലിമെൻ്ററി പോയേ പറ്റുള്ളൂ. ഈ സപ്ലിമെൻ്ററി കഴിഞ്ഞതിന് ശേഷമല്ലേ ട്രാൻസ്ഫർ നടത്തുക എന്ന് ഗവൺമെൻറ് പറഞ്ഞത്. അപ്പോൾ ജൂലൈ 31-ന് ശേഷം പിന്നെ ഏതാ ദിവസം? ഓഗസ്റ്റ് 1-ാം തീയതി. സോ ഓഗസ്റ്റ് മാസത്തിലാണ് നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടക്കുക. ഇത് വ്യാജ വാർത്തയല്ല, യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് വിദ്യാർത്ഥികളെ സങ്കടം
വിദ്യാർത്ഥികളിൽ സങ്കടം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. കാര്യം ജൂലൈ 31 വരെ നിങ്ങൾക്കിഷ്ടമില്ലാത്ത, നിങ്ങൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത കോഴ്സിൽ പോയിരുന്ന് പഠിക്കണം. അറ്റൻഡൻസിന് വേണ്ടിയിട്ട് നിങ്ങളവിടെ ചെന്നേ പറ്റുള്ളൂ. ചെറുപ്പക്കാരി, വലിയൊരു സങ്കടം തന്നെയാണ്. വല്ലാത്തൊരു സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇത്രമേൽ നമ്മുടെ കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം അധപ്പതിച്ചു എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ഒരു ജസ്റ്റിസ് ഫോർ +1 സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു വീഡിയോകൾ എനിക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് അത്തരം വീഡിയോകൾ കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. കാരണം ഗവൺമെൻറ് പറയുന്നത് ഇവിടെ നടക്കുന്നുള്ളൂ. കാര്യം അവരല്ലേ നമ്മൾ അധികാരികൾ. അവരുടെ മുന്നേ ഒരാളെയും ചാടാൻ പോലും സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ രക്ഷിതാക്കൾ എന്തെങ്കിലും ഒന്ന് വിചാരിച്ചാലേ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററിക്ക് മുന്നേ നടത്താൻ ഒരു രക്ഷിതാവെങ്കിലും കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്താൽ മതി. എനിക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം എനിക്ക് സ്റ്റുഡൻ്റ് ഇല്ല. സ്റ്റുഡൻ്റ് ഉള്ള അർഹതപ്പെട്ട ഒരു രക്ഷിതാവ് ഒരു വക്കീൽ മുഖാന്തരം ഒരു കേരള ഹൈക്കോടതിയിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നേരത്തെ നടത്തണമെന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ്റിന് ഒരു പക്ഷേ നടത്തേണ്ടി വന്നേക്കും. വാദിക്കുന്ന വക്കീൽ ടോപ്പാണെങ്കിൽ സംഗതി നടക്കും. ഓക്കെ, സോ വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. ഞാൻ എല്ലാ കമൻറ്റുകളും വായിക്കും. പിന്നെ മറക്കണ്ട, +1 സയൻസിൻ്റെ ഷുവർ A+ ബുക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർ പൊന്നുമക്കളെ ഓർഡർ ചെയ്യണേ. 62 82 66 30 09 എന്ന് പറയുന്ന മൊബൈൽ നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ ചെറുപ്പക്കാര. വീണ്ടും കാണാം. ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.